തിരുവനന്തപുരത്തിന്റെ രാജവീഥികളിലൂടെ വൈകുന്നേരത്തെ സ്വർണപ്രകാശത്തിൽ തന്റെ സ്കൂട്ടറിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ അധരങ്ങളിൽ എപ്പോഴും പാട്ട്, കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ തെളിച്ചം. പേര് സൈമൺ മാത്യു. അനുഗ്രഹീതനായൊരു ഗായകൻ, മികച്ച കായിക താരം, മനോഹരമായ ശബ്ദത്തിനുടമ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ അസാധാരണമായ ഒരു കളിക്കാരൻ. സംഗീതത്തിലും സ്പോർട്സിലും പെരുമാറ്റത്തിലും എല്ലാ രംഗത്തിലും അവൻ ഒരാളായിരുന്നു. കൂട്ടുകാരുടെ അഭിമാനം, ആരാധകരുടെ നായകൻ. 60കളുടെ അവസാനത്തിലും 70കളുടെ തുടക്കത്തിലും തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്കും കേരള സംസ്ഥാന ടീമിനും വേണ്ടി കളിച്ചു. 1969 മികച്ച ഫുട്ബോളർക്കുള്ള ഗോൾഡ് മെഡൽ നേടി. അദ്ദേഹം ടെന്നീസിലും അതുല്യനായ താരമായിരുന്നു. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിൽ എല്ലാവരും അറിയുന്ന പേരായിരുന്നു സൈമൺ മാത്യു. ജീവിതത്തിൽ എല്ലാത്തിനും മുന്നിലുണ്ടാകുന്ന തന്റേടം, അവന്റെ പരോപകാര മനസ്സ്, കൂട്ടുകാരെ തന്റേതുപോലെ കരുതുന്ന ഹൃദയം. പക്ഷേ വിധിക്ക് വേറൊരു തിരക്കഥയായിരുന്നു. 1971 നവംബർ 28 വെറും 24-ാം വയസ്സിൽ കവടിയാർ വെള്ളയമ്പലം റോഡിൽ സ്കൂട്ടർ അപകടം. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലെ സൈമന്റെ 4ാം ജോലി ദിവസമായിരുന്നു അന്ന്. ആ ദിവസം വൈകുന്നേരം ടൈറ്റാനിയത്തിനു വേണ്ടി ഒരു ഫുട്ബോൾ മാച്ച് കളിച്ചു. ജയം നേടി പുതിയ സ്വപ്നങ്ങളുമായി മടങ്ങുന്ന വഴിയിലായിരുന്നു. പക്ഷേ ആ യാത്ര അതോടെ അവസാനിച്ചു. സൈമൺ മാത്യുവിനെ ഓർക്കാൻ ഒരിക്കൽ വേണു നാഗവള്ളി 1986 സംവിധാനം ചെയ്ത സുഗമോ ദേവി എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു. സൈമന്റെ ജീവിതം തന്നെയാണ് ആ കഥാപാത്രത്തിന്റെ നിറക്കൂട്ടുകൾ. ചാർമിനാർ പിടിച്ച് കൂട്ടുകാരിയെ പിന്നിലിരുത്തി കോളേജ് പോർട്ടിക്കോയിൽ ബൈക്ക് നിർത്തി ഇറങ്ങുന്ന സണ്ണി, പാലസ് റോഡിലൂടെ ഉച്ചത്തിൽ പാട്ടുപാടി വണ്ടി ഓടിക്കുന്ന സണ്ണി, ഫുട്ബോൾ കളിക്കുന്നതും സിഗരറ്റിന്റെ ആഷ് തട്ടിക്കളയുന്നതും എല്ലാം സൈമൺ മാത്യുവിന്റെ ജീവിതത്തിന്റെ പ്രതിധ്വനി. മോഹൻലാൽ മാത്രം അതിനെ ഉൾക്കൊണ്ട് ജീവിപ്പിച്ചു. കാരണം അതൊരു കഥാപാത്രമല്ലായിരുന്നു, ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, ഒരു സ്വപ്നം. അതാണ് സൈമൺ മാത്യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.